വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ചീമേനി കുളിയാട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയെന്ന സംശയം. ഛർദിയും വയറുവേദനയും മറ്റു അസ്വസ്ഥതയും തുടർന്ന് സ്കൂളിലെ 100ഓളം വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ നേടി. ബുധനാഴ്ച രാവിലെ മുതലാണ് ചില വിദ്യാർത്ഥികൾക്ക് വയറുവേദനയും തലകറക്കവും അനുഭവപ്പെട്ടത്. കോഴിത്തട്ട, കരിന്തളം, ചീമേനി, പടിയോട്ടുചാൽ എന്നീ PHCകളിലും ചെറുവത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലുമാണ് വിദ്യാർത്ഥികൾ ചികിത്സയ്ക്കായി എത്തിയത്. ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി സ്കൂളിലെ വെള്ളവും അരിയും പയറും മറ്റ് ധാന്യങ്ങളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇടുക്കി രാജാക്കാട്ടിൽ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിൽ കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശംഖുപുരത്തിൽ രാജേന്ദ്രനാണ് മരിച്ചത്. കടബാധ്യത മൂലം രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മുല്ലക്കാനം, രാജാക്കാട്, പനച്ചിക്കുഴി എന്നിവിടങ്ങളിലായി 6 ഏക്കറോളം ഭൂമി ലീസിനെടുത്ത് ഏലം കൃഷി ചെയ്യുകയായിരുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കടന്നൽ കുത്തേറ്റ 83കാരൻ മരിച്ചു. തേങ്ങാക്കൽ, പൂണ്ടിക്കുളം, പുതുപ്പറമ്പിൽ PC മാത്യു ആണ് മരിച്ചത്. പറമ്പിൽ പണിയെടുക്കുന്നതിനിടെയാണ് കടന്നൽ കൂട്ടം ആക്രമിച്ചത്. തൃശൂർ വാടാനപ്പള്ളി ഗണേശമംഗലത്ത് വിരമിച്ച അധ്യാപികയെ തലക്കടിച്ച് കൊലപ്പെടുത്തി കവർച്ച. 72 വയസ്സുള്ള വസന്തയാണ് കൊല്ലപ്പെട്ടത്. പ്രതി പിടിയിലായി. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. നിലവിളി കേട്ട നാട്ടുകാരാണ് ചോരയിൽ കുളിച്ചു കിടന്ന വസന്തയെ കണ്ടത്. ഒരാൾ മതിൽ ചാടി പോകുന്നത് കണ്ടെന്നാണ് നാട്ടുകാരുടെ മൊഴി. ഞാൻ ഫോൺ ചെയ്തു 35 വർഷമായി വസന്ത ഒറ്റയ്ക്കാണ് താമസം. കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായും സംശയമുണ്ട്. മോഷണം നടത്താനാണ് കൊലപാതകം എന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. തളിക്കുളം SNUVP സ്കൂളിലെ അധ്യാപികയായിരുന്നു കൊല്ലപ്പെട്ട വസന്ത. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മനോപ്പറമ്പിൽ ജയരാഗ് എന്ന മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. തേങ്ങ തലയിൽ വീണ യുവതി മരിച്ചു. മലപ്പുറം പുതുപ്പൊന്നാനി സ്വദേശി ലൈലയാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെയാണ് മരണം. വയനാട് പൊന്മുടിക്കോട്ടയിൽ ചത്തത് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവ എന്ന് വനം വകുപ്പിന്റെ സ്ഥിരീകരണം. 1.25 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് ചത്തത്. ഇനിയും പ്രദേശത്ത് കടുവകൾ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നെന്മേനി അമ്പൂത്തി പാടിപ്പറമ്പിലെ സ്വകാര്യ തോട്ടത്തിലാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ കടുവയുടെ ജഡം കണ്ടത്. 1.25 വയസ്സ് പ്രായമുള്ള ആൺകടുവ കഴുത്തിൽ കുരുക്ക് കുടുങ്ങി ചത്ത നിലയിലായിരുന്നു. ബത്തേരി കുപ്പാടി വനംവകുപ്പിന്റെ ലാബിലാണ് കടുവയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. പൊന്മുടിക്കോട്ടയിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവ തന്നെയാണിതെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചു. നമുക്ക് ക്യാമറ ട്രാപ്പിൽ കിട്ടിയിരുന്ന അതേ മെയിൽ കബ്ബ് തന്നെയാണ് ഈ ഇതിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അമ്പലവയൽ എടക്കൽ ഭാഗത്ത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഓപ്പറേഷൻ. ആ ഭാഗത്തായിരുന്നു കുറച്ച് ദിവസമായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഇഷ്യൂ ആ ഭാഗങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ക്യാമറ ട്രാപ്പ് ഇമേജുമായിട്ട് ഒത്തുനോക്കിയപ്പോൾ അത് തന്നെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്തത്. പ്രദേശത്ത് ഇനിയും കടുവകൾ ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. കടുവയെ തുരത്താനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. പൊന്മുടിക്കോട്ട പ്രദേശത്ത് 2.5 മാസത്തിനിടെ 19 വളർത്തുമൃഗങ്ങളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ചത്തത്. ന്യൂസ് 18 വയനാട്. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി അട്ടപ്പാടിയും ധോണിയും. ഇന്നലെ 2 പ്രദേശങ്ങളിലും കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. PT7 പിടികൂട്ടിയിട്ടും ധോണിയിൽ കാട്ടാനശല്യം തുടരുന്നത് പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അട്ടപ്പാടി നരസിമുക്കിലെ കാഴ്ചയാണിത്. അഗളി സ്വദേശി പോൾ മാത്യുവിന്റെ 450 വാഴകളാണ് കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചത്. തെങ്ങുകളും കപ്പയുമെല്ലാം നശിച്ചു. വായ്പയെടുത്താണ് വാഴകൃഷി നടത്തിയിരുന്നത്. അതാണ് ഒറ്റ രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇല്ലാതാക്കിയത്. വേറെ പല സ്ഥലത്തുനിന്ന് ലോണും കടമൊക്കെ മേടിച്ചിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ആന വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം അധികാരികളുടെ ഭാഗത്തുനിന്ന് അതിനുള്ള നടപടി ഉണ്ടാകണം. PT7 പിടികൂടിയിട്ടും ധോണിയിൽ കാട്ടാനശല്യം തുടരുകയാണ്. മായാപുരത്തും പെരുന്തുരുത്തിക്കളത്തിലുമാണ് ഇന്നലെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. മായാപുരത്ത് മതിലും പെരുന്തുരുത്തിക്കളത്ത് കൃഷിയും നശിപ്പിച്ചു. ഭീതിയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കിയിലെ തോട്ടം മേഖലയിലെ കാട്ടാനശല്യം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പദ്ധതികൾ ഒരുക്കാൻ ഇടുക്കി പാക്കേജിൽ നിന്നും 3 കോടി രൂപ അനുവദിക്കും.
അരിക്കൊമ്പൻ തകർത്ത പന്നിയാറിലെ റേഷൻ കടയ്ക്ക് പകരം കെട്ടിടം നിർമ്മിച്ചു നൽകാൻ HML കമ്പനിക്ക് നിർദ്ദേശം നൽകി. ദൌത്യസംഘം മേഖലയിൽ നിരീക്ഷണം നടത്തിയ ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ ആശങ്കയിലാണ് നിലമ്പൂർ മൈലാടി നിവാസികൾ. കഴിഞ്ഞ രാത്രി കാടിറങ്ങിയ ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ മൈലാടിയിലാണ് കർഷകർ ആനശല്യത്തിൽ വലയുന്നത്. തൊണ്ടിയൻ കരീമിന്റെ കപ്പത്തോട്ടത്തിലെ 250ഓളം കപ്പ നശിപ്പിച്ചു. ചുറ്റും കെട്ടിയിരുന്ന വല തകർത്താണ് കാട്ടാനകൾ തോട്ടത്തിൽ കയറിയതെന്ന് കരീം പറയുന്നു. കഴിഞ്ഞ 30 കൊല്ലത്തിലേറെയായി കൃഷി ചെയ്തു വരുന്ന കരീമിന്റെ തോട്ടത്തിൽ കാട്ടാനകൾ ഇത്ര വലിയ നഷ്ടം വരുത്തുന്നത് ആദ്യമായാണ്. കരീം 7000 രൂപ ചെലവിൽ നിർമ്മിച്ച വലയാണ് നശിപ്പിച്ചത്. ഏകദേശം 40,000 രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കരീം. ആന 3 നില ഇറങ്ങി. കഴിഞ്ഞ ആഴ്ച ഒന്ന് ഇറങ്ങിയാണ്ട് ഇങ്ങനെ 2 കൊമ്പാടെ പൊട്ടിച്ചിട്ട് പോയി. ഒന്നലെ കണ്ട് ആട്ടിയാണ്ട് അപ്പോൾ ഒന്നിങ്ങനെ കയറി അപ്പോൾ പോയി എന്നെ. പിന്നെ 12 പിന്നെ വന്നാണ്ട് ഇങ്ങനെ 3 കൂടിയാണ് കയറിയാണ്ട് നശിപ്പിച്ചത്. എത്ര കപ്പ പോയി? 200 കൊമ്പ് പോയി. 600 കൊമ്പാണ് ഇതില്ല മൊത്തല്ലേ. 3 ഭാഗം പോയി. കരീമിന്റെ കൃഷിയിടത്തിന് സമീപമുള്ള കുണ്ടറക്കാടൻ സുരേഷിന്റെ കുലച്ച 60ഓളം വാഴകളും ആനകൾ നശിപ്പിച്ചു. 10,000 രൂപയിലേറെ നഷ്ടം സുരേഷിന്റെ കൃഷിയിടത്തിലുണ്ടായിട്ടുണ്ട്. തോട്ടത്തിലിറങ്ങിയ ആനകളെ കരീമിന്റെ മകൻ റൻഷാദും മറ്റുള്ളവരും ചേർന്ന് ഓടിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും എത്തിയാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. കാട്ടാനകൾ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ഭയന്നു പോയതായി റൻഷാദ്. കർഷകരൊക്കെ എന്ത് ചെയ്യുക, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര വർഷത്തെ കഷ്ടപ്പാടാണിത്. ഒരൊറ്റ രാത്രി കൊണ്ടില്ലാതാക്കാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിൽ സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെന്ത് ചെയ്യണോ ഉടനടി അതിന് തക്കതായ കാരണങ്ങളൊക്കെ നോക്കിയിട്ട് 5-6 മാസത്തെ ഒരു സമയം ഒഴിവില്ലാതെ അധ്വാനാണ് ഒറ്റ രാത്രി കൊണ്ട് തീരുമാനമായത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൈലാടി മേഖലയിലും നിലമ്പൂർ അകമ്പാടം റോഡിലും കാട്ടാനകൾ എത്തിയത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തി. ന്യൂസ് 18 മലപ്പുറം. കാട്ടാന ഭീതിയിലാണ് ഇടുക്കി ശാന്തൻപാറ കോഴിപ്പനക്കുടി നിവാസികളുടെ ജീവിതം. കാട്ടാനകൾ ഇറങ്ങുന്ന മേഖലയിലൂടെ 1 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് കുടിനിവാസികൾ വെള്ളം ശേഖരിക്കുന്നതിനായി പോകേണ്ടത്. സർക്കാർ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി പാളിപ്പോയതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ ശക്തിവേലിന്റെ കുടുംബം ഉൾപ്പെടെ 25ഓളം ആദിവാസി കുടുംബങ്ങളാണ് കോഴിപ്പനക്കുടിയിൽ താമസിക്കുന്നത്. പതിവായി കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്ന പ്രദേശമാണിവിടം. കുടിവെള്ള ശേഖരണമാണ് കുടിൽ നിവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കുളത്തിൽ നിന്നുമാണ് ഇവർ വെള്ളം ശേഖരിക്കുന്നത്. വെള്ളം ശേഖരിക്കാൻ പോകുമ്പോൾ കാട്ടാനയുടെ മുൻപിൽ അകപ്പെടാൻ സാധ്യതയേറെയാണെന്ന് കുടിൽ നിവാസികൾ പറയുന്നു. ആനയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ കുടി കാത്തിരുന്ന സത്യവേലിന് വാച്ചറിനെ കൊന്നു കളഞ്ഞു. ആ ആനയാണ് ഇപ്പോൾ മേളിൽ വന്ന് നിൽക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കോരാൻ വരാതെ പറ്റില്ല. ടാം വെള്ളം കുടിക്കാൻ കഴിയില്ല. അതും ഇച്ചിരി അകലെ കാടിനകത്താണ് താഴെ പോകണം. ഇത് 1 കിലോമീറ്റർ, അങ്ങോട്ടുനിന്ന് ഇങ്ങോട്ട് വരാൻ 1 കിലോമീറ്റർ, വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന 1 കിലോമീറ്റർ. വേനൽക്കാലത്ത് കടുത്ത കുടിവെള്ളക്ഷമം അനുഭവപ്പെടുന്ന മേഖലയാണ് ഇവിടം. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളും വെള്ളം കുടിക്കുന്നത് നാട്ടുകാർ വെള്ളം ശേഖരിക്കുന്ന കുളത്തിൽ നിന്നുമാണ്. വെള്ളം ശേഖരിക്കാൻ പോയ നാട്ടുകാരെ ആനയോടിച്ച സംഭവങ്ങളും നിരവധിയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കുടിയിന്ന് 1 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ഈ കിണറ്റിൽ വന്ന് വെള്ളം എടുത്തോണ്ട് വന്നേ. ആ വാച്ചറെ കൊന്ന ആനക്കൂട്ടം ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ്. 6 മണിക്ക് വന്നാലേ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം എടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2014-15 സാമ്പത്തിക വർഷത്തിൽ ലക്ഷങ്ങൾ മുടക്കി കുടിവെള്ള പദ്ധതി ഒരുക്കിയെങ്കിലും ഏതാനും മാസങ്ങൾ മാത്രമാണ് പദ്ധതിയിൽ നിന്നും കുടിൽനിവാസികൾക്ക് വെള്ളം ലഭിച്ചത്. വീടുകളിൽ പൈപ്പ് കണക്ഷനുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇവിടേക്ക് ഇപ്പോൾ വെള്ളം എത്തുന്നില്ല. ന്യൂസ് 18 ഇടുക്കി. മടങ്ങിയെത്താം ചെറിയൊരിടവേള. കരുനാഗപ്പള്ളിയിൽ ലഹരിക്കടത്ത് കേസിൽ CPM കൗൺസിലർ ഷാനവാസിനെതിരെ പോലീസിന്റെ നിർണായകമായ കണ്ടെത്തൽ. ലഹരിക്കടത്ത് കേസിൽ ഷാനവാസ് ഹാജരാക്കിയ വാടക കരാർ വ്യാജമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. താൻ വാഹനം കട്ടപ്പന സ്വദേശി ജയന് വാടകയ്ക്ക് നൽകിയതാണെന്ന ഷാനവാസിന്റെ വാദം തള്ളുകയാണ് പോലീസ്. അതേസമയം ലഹരിക്കടത്ത് വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മാത്യു കുഴൽനാടൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനും തിരുവനന്തപുരത്ത് നിന്ന് VV അരുണുമാണ് ചേരുന്നത്. ആദ്യം ശരണ്യയിലേക്കാണ്. ശരണ്യ,
നേരത്തെ നമ്മൾ നൽകിയ വാർത്തയാണ്, ഇവർ ആ കരാർ ഒപ്പിട്ട ദിവസം ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഈ ആലപ്പുഴയിൽ തന്നെ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതിപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, അക്കാര്യത്തിൽ കൂടുതൽ കൃത്യതയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ലഹരി കടത്ത് നടന്ന ദിവസം, ഈ കരാർ ഒപ്പിട്ടു എന്ന് പറയുന്ന 6-ാം തീയതി ജയൻ ആലപ്പുഴയിൽ എത്തിയിട്ടില്ല എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അത് ഒരു പടി കൂടെ കടന്ന് ജയൻ കർണാടകത്തിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിനെ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കിയ, CPM-നെയും ഏറെ പ്രതിരോധത്തിലാക്കിയ ലഹരി കടത്ത് കേസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു തുറുപ്പുചീട്ട് എന്ന് പറയുന്നത് ഈ വാടക കരാറായിരുന്നു. അതായത് ഷാനവാസ് ജയനുമായി ഒപ്പിട്ട് എന്ന് പറയുന്ന 6-ാം തീയതി ഒപ്പിട്ടു എന്ന് പറയുന്ന ഈ വാടക കരാർ. കാരണം വാഹനം പിടിക്കുന്നത് 8-നാണ്, 6-ന് വാടക കരാർ താൻ ഒപ്പിട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് സംശയത്തിന്റെ നിഴലിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കാരണം ഈ വാടക കരാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിന് സാക്ഷികളില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഈ വാടക കരാറുമായി ബന്ധപ്പെട്ട് അത് തയ്യാറാക്കിയ അഭിഭാഷകരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമാക്കുന്നത് 6-ന് ഈ കരാർ തയ്യാറാക്കി ഷാനവാസിന്റെ വീട്ടിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്, പക്ഷേ ഒപ്പിടുന്നത് താൻ കണ്ടിട്ടില്ല എന്നാണ് അഭിഭാഷക മൊഴി നൽകിയിട്ടുള്ളത്. DTP സെന്ററിൽ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ 6-ാം തീയതി ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ രേഖകൾ, അതായത് ഇത് സംബന്ധിച്ച ആ മാറ്റർ തയ്യാറാക്കി DTP സെന്ററിൽ അത് സേവ് ചെയ്തിട്ടുണ്ട് 6-ന്. പക്ഷേ ഈ കരാർ അത് പ്രിന്റ് ചെയ്ത് കരാറിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. ഷാനവാസ് അങ്ങനെയാണെങ്കിൽ ഈ കരാർ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ആ വാഹനത്തിന്റെ ഉടമ ഷാനവാസ് തന്നെയായി മാറും. ഒപ്പം വ്യാജരേഖകളടക്കം ചമച്ചു എന്നുള്ള ഒരു പ്രശ്നം കൂടി അതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് ലഹരിക്കടത്ത് കേസിന് പുറമെ വ്യാജരേഖകൾ ചമച്ചടക്കമുള്ള വിഷയത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഷാനവാസിന്റെ ബാങ്ക് രേഖകൾ, IDBI ബാങ്കിലുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ ഉണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ചൊക്കെ ഇനി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് അവർ പഠിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കൂടുതൽ ആളുകളേക്ക് ആദ്യഘട്ടത്തിൽ നിന്ന് മാറി കൂടുതൽ ആളുകളെ പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ജയനെയും, അതായത് ഈ വാടക കരാർ ഒപ്പിട്ട ഷാനവാസിനോട് വാഹനം വാങ്ങി കരാർ ഒപ്പിട്ട് വാങ്ങി എന്ന് പറയുന്ന ജയനെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴയിലെ ഈ കഴിഞ്ഞ ഈ ടർഫ്, ഷാനവാസിന്റെ പിറന്നാൾ ആഘോഷം നടന്ന ടർഫിന്റെ ഉടമയായ അൻസറിനെ കൂടി പോലീസ് പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഷാനവാസിന്റെ വാഹനത്തോടൊപ്പം തന്നെ അൻസറിന്റെ വാഹനവും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ അൻസറിനെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അൻസറിനെ കൂടി പോലീസ് ഈ കേസിലേക്ക് പ്രതി ചേർത്തിരിക്കുന്നു. അതായത് ഈ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ നൽകാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജയനുമായുള്ള കരാർ, അതായത് ഷാനവാസിന് പാർട്ടി സജി ചെറിയാൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ക്ലീൻ ചിറ്റ് നൽകിയ കരാറിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ ആ കരാർ അത് ഒപ്പിട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നിൽക്കുന്നത്. എന്തായാലും ആലപ്പുഴയിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. വരുന്ന 6-ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ 10,000 പേർ പങ്കെടുക്കുന്ന മാർച്ച് ഒക്കെ അവര് അത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ച് വരികയാണ് ആലപ്പുഴയിൽ. അതിനിടയിലാണ് ഈ നിർണായകമായ കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഷാനവാസ് പറയുന്നത് പോലെ, പോലീസിന് മൊഴി നൽകിയതുപോലെ 6-ന് ഈ കരാർ ഒപ്പിടാനായി ജയൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ജയൻ കർണാടകത്തിലായിരുന്നു എന്നുള്ളത് മാത്രമല്ല, കർണാടകത്തിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലായിരുന്നു ജയൻ എന്നുള്ള കണ്ടെത്തലിലേക്കൊക്കെ പോലീസ് എത്തുന്നുണ്ട്. കിരൺ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളമായി എത്തുന്ന കിരൺ തണ്ണിമത്തൻ കേരളത്തിന് ഏറെ പ്രിയപ്പെട്ട ഫലമാണ്. 2 ഏക്കറിൽ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിജയിപ്പിച്ചിരിക്കുകയാണ് തട്ടേക്കാട് സ്വദേശികളായ അച്ഛനും മകനും. കോതമംഗലം തട്ടേക്കാട് സ്വദേശി കെനഡിയും മകൻ ബെഞ്ചമിനുമാണ് 2 ഏക്കറിൽ നിന്ന് 12 ടണ്ണോളം തണ്ണിമത്തൻ വിളവെടുത്തത്. ഇനിയും 15 ടണ്ണിലധികം വിളവെടുക്കാൻ പാകമായി വിളഞ്ഞു കിടക്കുന്നു. ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവന്ന വിത്ത് 69 ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ കൃഷി ചെയ്തത്. ജീവാമൃതം ഉൾപ്പെടെയുള്ള ജൈവവളവും നല്ല നനയും കിട്ടിയതോടെ ചെടികൾ നന്നായി ഫലം നൽകുകയും ചെയ്തു. കൃഷിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തി വൻ വിജയം നേടിയ ആളാണ് കെന്നഡി. വ്യാവസായിക അടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷി ചെയ്താണ് ശ്രദ്ധേയനായത്. PG പഠനം പൂർത്തിയാക്കിയ മകൻ ബെഞ്ചമിനും പിതാവിന്റെ പാത തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്തായാലും നല്ലൊരു വിജയമാണ്. നമ്മുടെ കേരളത്തിൽ വിജയിക്കില്ല എന്ന് പലരുടെയും മനസ്സിലുണ്ട് തണ്ണിമത്തൻ കൃഷി. എന്നാൽ വൻ വിജയമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വൻ വിജയമാക്കി കേരളത്തിൽ നമുക്ക് തണ്ണിമത്തൻ കൃഷി വിജയിപ്പിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഇതിനൊരു മാർഗനിർദ്ദേശമായിട്ടും എല്ലാം പപ്പയാണ് വഴികാട്ടി തന്നത്. നമ്മൾ പല വെറൈറ്റി കൃഷികൾ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ വാനിലയുടെ കാലഘട്ടങ്ങളിൽ ആദ്യമേ നമ്മൾ ചെയ്തു. നമുക്കൊരു വൻ വിജയമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഏരിയയിൽ തന്നെ
നമ്മുടെ റംബൂട്ടാൻ കൃഷി വിപുലമായിട്ട് ചെയ്തത് നമ്മളാണ്. കൃഷി നെഞ്ചിലേറ്റിയ അച്ഛനും മകനും ഒന്നിച്ചതോടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കിരൺ തണ്ണിമത്തൻ ഉൽപാദന കേന്ദ്രമായി തട്ടേക്കാട് മാറുകയായിരുന്നു. ട്വിങ്കിൾ, ഷുഗർ ക്വീൻ, ഗജാനം എന്നീ 3 കിരൺ ഇനങ്ങളാണ് ഇവിടെ വിളഞ്ഞത്. ഇപ്പോൾ ഇന്ന് ഏകദേശം ഒരു 12 ടണ്ണോളം ലോഡ് നമ്മൾ പുറം ലോഡ് കയറി പോകുന്നുണ്ട് പുറത്തേക്ക്. ബാക്കി ഒരു 15 ടണ്ണോളം നമുക്ക് ഇതിനകത്ത് നമുക്ക് വിളവ് പ്രതീക്ഷിക്കുന്നു. എല്ലാം നമുക്ക് നല്ല രീതിയിൽ ദൈവം നമുക്ക് തന്നു. എന്നെ ഇതിനകത്ത് കൂടുതൽ സഹായിക്കുന്നത് എപ്പോഴും എൻ്റെ കൂടെയുള്ളത് എൻ്റെ മകനാണ്. അദ്ദേഹം PG കഴിഞ്ഞു. ഏത് സമയത്തും എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ ഏത് സമയത്തും ഉണ്ടെന്നുള്ളതാണ്. എന്നെക്കാളും ഉപരിയായിട്ട് എന്നെക്കാളും 100 ഇരട്ടി ആത്മാർത്ഥതയായിട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് വിജയിക്കില്ല എന്ന് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞ കൃഷി വിജയിക്കാൻ നമ്മളെ സഹായിച്ചു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. തണ്ണിമത്തൻ കൃഷി കേരളത്തിൽ വിജയിക്കില്ലെന്ന ധാരണ തിരുത്താൻ കഴിഞ്ഞതിലും കൃഷി വൻ വിജയമായതിലും വലിയ സന്തോഷത്തിലാണ് ഇവർ. ന്യൂസ് 18 കോതമംഗലം. കാഴ്ചക്കാർക്ക് കൗതുകം പകർന്ന് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങംപുറായിൽ കമണ്ടലു മരം കായ്ച്ചു. റിട്ടയർഡ് അധ്യാപകനായ കോയ മാസ്റ്ററുടെ വീട്ടിലാണ് കലാഭാഷ് എന്നറിയപ്പെടുന്ന കമണ്ടലു മരം കായ്ച്ചത്. കാരശ്ശേരി മുരിങ്ങംപുറായിലാണ് കാഴ്ചക്കാർക്ക് കൗതുകം പകർന്ന് കമണ്ടലു മരം കായ്ച്ചത്. ഇംഗ്ലീഷിൽ കലാഭാഷ് എന്നറിയപ്പെടുന്ന ഈ ഫലം മുരിങ്ങംപുറായി സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ കോയ മാസ്റ്ററുടെ വീട്ടുമുറ്റത്താണ് കായ്ച്ചത്. 4 വർഷം മുൻപ് മുക്കത്തെ സഹോദരന്റെ വീട്ടിൽ നിന്നാണ് കമണ്ടലു മരത്തിന്റെ തൈ കോയ മാസ്റ്റർ വീട്ടിൽ നട്ടുപിടിപ്പിച്ചത്. ഇന്നിപ്പോൾ 7 കായകൾ ഈ മരത്തിലുണ്ട്. 10 കിലോഗ്രാം വരെ തൂക്കം ഈ പഴത്തിനുണ്ടാകും. 15 അടിയോളം ഉയരത്തിൽ വളർന്ന മരത്തിൽ കഴിഞ്ഞ വർഷവും ഫലമുണ്ടായിരുന്നെങ്കിലും അത് പാകമായിരുന്നില്ല. പാകമായ കമണ്ടലു കായ്കളുടെ പുറന്തോടിന് നല്ല കട്ടിയുള്ളതിനാൽ നിലത്ത് വീണാൽ പോലും ഇവ പൊട്ടില്ല. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് കമണ്ടലു കായ്കൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. അതോടൊപ്പം ഇതിന്റെ അകക്കാമ്പ് ജ്യൂസ്, ബിയർ, വീഞ്ഞ് എന്നിവ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇതിന്റെ തോടിന് മാത്രം 500 രൂപ കിട്ടും. ഉത്തരേന്ത്യയിലൊക്കെ പിന്നെ ഗുജറാത്തിലൊക്കെ ഈ സന്യാസി മഠങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു തോടാത്. ഇത് നല്ല ഉറപ്പാണ്. ഇത് മുറിക്കണമെങ്കിൽ കട്ടർ വേണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലേഡ് മറ്റേ ബ്ലേഡ് എക്സോ ബ്ലേഡ് എടുത്തിട്ട് മുറിച്ചുണ്ടാക്കണം. അപ്പോൾ ഇത് മുറിച്ചാൽ ഇതിനുള്ളിൽ ഒരു ചോറ ഉണ്ടാവുക. അതിപ്പോൾ അതിങ്ങോട്ട് വരണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ ഒന്നുകിൽ ജ്യൂസ് അടിക്കുക. ആ ജ്യൂസിനൊരു മുന്തിരി ജ്യൂസിൻ്റെ രുചിയാണ്. പുരാതന കാലത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നതാണ് കമണ്ടലു പാത്രങ്ങൾ. ഋഷിമാർ ഉപയോഗിച്ചിരുന്ന കമണ്ടലു പാത്രം ഈ കായ്കളുടെ പുറന്തോട് ഉപയോഗിച്ചുള്ളതായിരുന്നു. കമണ്ടലുവിൽ നിറച്ച വെള്ളത്തിന് ഔഷധ ഗുണമുള്ളതിനാൽ ഇത് കുടിക്കുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് കുറയുമെന്നും പറയപ്പെടുന്നു. അമേരിക്ക ജന്മദേശമായിട്ടുള്ള കമണ്ടലു മരം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് പൊതുവെ കണ്ടുവരുന്നത്. 25 മുതൽ 40 അടി വരെ ഉയരത്തിൽ കമണ്ടലു മരം വളരും. കലാഭാഷിന്റെ ഒരു ഫലത്തിന് 1000 രൂപ വരെ വില ലഭിക്കും. ന്യൂസ് 18 കാരശ്ശേരി. നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാത്തതിനാൽ കൃഷി നശിക്കുന്നതായി പരാതി. കൊട്ടാരക്കര തളവൂർക്കോണം പാട്ടുപുരയ്ക്കൽ ഏലായിലാണ് 75 ഏക്കറിൽ പരം നെൽപ്പാടം വിണ്ടുകീറി നശിക്കുന്നത്. വരൾച്ചയായതോടെ KIP കനാൽ വഴി തുറന്നുവിടുന്ന വെള്ളം സബ് കനാൽ വഴി ഏലായിലേക്ക് എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കരീപ്ര പാട്ടുപുരയ്ക്കൽ ഏലായിലെ കർഷകരുടെ നെൽപ്പാടങ്ങൾ വറ്റി വരണ്ട അവസ്ഥയിലാണ്. ഇന്ന് പ്രധാനമായിട്ട് ഈ നെൽകൃഷിക്ക് വെള്ളം കിട്ടുന്നില്ല. നെല്ല് കിടന്ന കരിയാണ് ഇവിടുന്ന് 75 ഏക്കറും. അപ്പം ഞങ്ങൾ ഈ തോട്ടിൽ കൂടെ വരുന്ന വെള്ളം അത് തേവിയൊക്കെ ഒഴിച്ചത് ഇങ്ങനെ നനച്ചിട്ടേക്കുക കരിയാതെ. താഴെയൊക്കെ കരിഞ്ഞ് ഉണങ്ങി തുടങ്ങി. ഉമയെന്ന് പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്താണ് ഇട്ടേക്കുന്നത്. ഞങ്ങൾക്ക് ഇതിന് വെള്ളം കിട്ടിയേക്കൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം ഞങ്ങൾ 71 കർഷകരും ഈ പഞ്ചായത്തിലെ എല്ലാ കർഷകരും കൊല്ലം ജില്ലയിലെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഞങ്ങൾ സമരത്തിന് ഒരുങ്ങും. 2001 രൂപീകരിച്ച പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ തരിശുരഹിത കൃഷിയുടെ ഭാഗമായി 32 ഹെക്ടർ നെൽപ്പാടമാണ് കൃഷി ചെയ്യുന്നത്. ഈ ഏലായിലെ ഏറ്റവും വലിയ ശല്യം എന്ന് പറയുന്നത് മദ്യപാനികൾ വന്നിട്ട് കുപ്പികൾ ഉടച്ച് റോഡിലും തോട്ടിലും അങ്ങ് കളയുമായിരുന്നു. എന്നാൽ എവിടെങ്കിലും ഞങ്ങൾ നേരത്തെ ഒരുപാട് പേരോട് പറഞ്ഞാൽ എവിടെയെങ്കിലും അടുക്കി വെച്ചിട്ട് ഞങ്ങൾ എടുത്ത് കളഞ്ഞോളാം. അത് ചെയ്യത്തില്ല. അവർ സാർ കണ്ടില്ലേ കുപ്പികൾ തോട്ടി കിടക്കുന്നുണ്ടോ, ഇതേപോലെ ഇടുവാണ്. ഇതൊരു ഞങ്ങൾ കൊണ്ടുവന്ന് കേസ് വരെ കൊടുത്തു. എന്നിട്ട് ഒരു രക്ഷയില്ല. ഇപ്പോഴും കൊണ്ട് കേസ് കൊടുത്ത് ആരും വരുന്നേ ഇല്ല, നോക്കുന്നേ ഇല്ല. കരീപ്ര ഗ്രാമപഞ്ചായത്തിന് തരിശുരഹിത പഞ്ചായത്ത് എന്ന പേര് നേടിക്കൊടുത്ത പാട്ടുപുരയ്ക്കൽ സമിതിയുടെ പങ്ക് വലുതായിരുന്നു. ഇപ്പോൾ നെൽകർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ടുന്ന ഗതികേടിലാണ്. കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റി, വെള്ളം സൂക്ഷിക്കുന്ന വെള്ളത്തിൻ്റെ അധികാരികൾ എന്ന കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റുകാർ,
അതുപോലെ കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, ഈ 3 വിഭാഗത്തിനെയും കളക്ടറുടെ മേശയുടെ മുമ്പിലിരുത്തി സംസാരിച്ചൊരു കലണ്ടർ രൂപത്തിലുണ്ടാക്കിയാൽ മാത്രമേ കൃഷിക്കാരന് കൃത്യമായി വെള്ളം കിട്ടുള്ളൂ എന്നുള്ള ഒരു പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. മെഷീൻ വെച്ചാണ് ഞങ്ങൾ പൂട്ടുന്നത്, മെഷീൻ വെച്ചാണ് കൊയ്യുന്നത്. അങ്ങനെയുള്ള ചെയ്യുന്ന കർഷകന് ആ ബണ്ട് ഫോർമേഷൻ ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ കിട്ടാനുള്ള നടപടിക്രമങ്ങളോട് ഉണ്ടാകാൻ അധികാരികൾ കൈവശം അധികാരമുള്ളവർ വിനിയോഗിച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. സമീപത്തുള്ള പ്രധാന കനാലുകളിലൂടെ ഇത്തിക്കര ആറ്റിലേക്ക് ജലം ഒഴുക്കിവിടുന്നുണ്ടെങ്കിലും കൃഷിയിടത്തിലേക്ക് ജലം എത്താത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അടിയന്തരമായി കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതി സന്ദർശനം നടത്തി. പുതുതായി ചുമതലയേറ്റ കേന്ദ്ര ജല കമ്മീഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതീഷ് അധ്യക്ഷനായ സമിതിയാണ് പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് ശേഷം കുമളി മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്ന സ്ഥിതിഗതികളും വിലയിരുത്തി. തിരുവനന്തപുരം പോത്തൻകോട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മന്തുരോഗം വ്യാപിക്കുന്നു. 50 പേരെ പരിശോധിച്ചതിൽ 18 അതിഥി തൊഴിലാളികൾക്ക് മന്തുരോഗം സ്ഥിരീകരിച്ചു. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നത്. 2 ആഴ്ച മുൻപാണ് 50 അതിഥി തൊഴിലാളികളെ പരിശോധിച്ചത്. ഇതിൽ 18 പേർക്കാണ് മന്തുരോഗം സ്ഥിരീകരിച്ചത്. 13 പേർ തുടർ ചികിത്സ തേടി. മറ്റ് 5 പേരെ പറ്റി ആർക്കും ഒരറിവുമില്ല. അവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഒരു പ്രതികരണവുമില്ലാത്ത അവസ്ഥയാണ്. വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലും അതേപോലെ വളരെ കുത്തി നിറച്ചുമാണ് ഈ അതിഥി സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത്. അവർക്ക് വളരെ കർശനമായ നടപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം സമയം ചോദിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനകത്ത് അവർ ആ പ്രദേശം വൃത്തിയാക്കിയില്ലെങ്കിൽ അത് നമ്മൾ ഒഴിപ്പിക്കാൻ തന്നെയാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. പഞ്ചായത്ത് അധികൃതരാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. തൊടുപുഴയിൽ അനധികൃതമായി പണമിടപാട് കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ്. സംഭവത്തിൽ വീട്ടുടമ അറസ്റ്റിലായി. തൊടുപുഴ മുതലക്കോടം സ്വദേശി ജോർജ് അഗസ്റ്റിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 5.5 ലക്ഷത്തോളം രൂപ, നിരവധി ആധാരങ്ങൾ, വാഹനങ്ങളുടെ RC ബുക്കുകൾ, താക്കോലുകൾ, പാസ്പോർട്ട്, ചെക്ക് ലീഫുകൾ, മാൻകൊമ്പിന്റെ ഭാഗം, പിസ്റ്റൾ എന്നിവ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തു. അനധികൃതമായി വീട് കേന്ദ്രീകരിച്ച് പണമിടപാട് നടത്തുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. ഒരു ബാക്ക് ഹീൽ ഗോളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ. മലപ്പുറം അരീക്കോട് കുനിയിൽ അൽ അൻവാർ UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി KK അൻഷിദ് നേടിയ ഗോൾ ഇപ്പോഴത്തെ ട്രെൻഡിംഗ്. കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ നടന്ന അണ്ടർ 12 ടൂർണമെന്റിലെ മത്സരത്തിലായിരുന്നു ഈ വൈറൽ ഗോൾ. കാവന്നൂർ കാസ്കോ ക്ലബ്ബ് താരം അൻഷിദാണ് ഗോളടിച്ചത്. മമ്പാട് റെയിൻബോ ഫുട്ബോൾ അക്കാദമിക്കെതിരെയായിരുന്നു കളി. ഇടതുവിങ്ങിൽ നിന്ന് ലഭിച്ച ക്രോസ് അൻഷിദ് മികച്ച ബാക്ക് ഹീലിലൂടെ വലയിലേക്ക് തട്ടിവിടുകയായിരുന്നു. ഗോൾ കീപ്പറെ മറികടന്ന് പന്ത് വലയിലെത്തുന്ന ദൃശ്യം പരിശീലകൻ ഇംദാദ് കോട്ടപ്പറമ്പനാണ് പകർത്തിയത്. കോച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ ദൃശ്യം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ പേജ് വരെ ഏറ്റെടുത്തു. പന്ത് വരുന്നത് കീപ്പർ കണ്ടില്ല എന്ന അടിക്കുറിപ്പോടെയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ പങ്കുവച്ചത്. മന്ത്രി V ശിവൻകുട്ടിയടക്കം ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചതോടെ നിമിഷങ്ങൾക്കകം സംഭവം വൈറലായി. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 2.5 ലക്ഷത്തോളം പേരാണ് വീഡിയോ കണ്ടത്. താരത്തെ അഭിനന്ദിച്ച് നിരവധി കമന്റുകളും വന്നു. 1 വർഷമായി കാസ്കോ ക്ലബിന് കീഴിലെ അക്കാദമിയിൽ പരിശീലനം നേടുകയാണ് അൻഷിദ്. താൻ നേടിയ ഗോൾ ISL പേജിൽ വന്നതിൽ സന്തോഷമുണ്ടെന്നും മികച്ച കളിക്കാരനാവാനാണ് ആഗ്രഹമെന്നും അൻഷിദ്. മമ്പാട് കളിച്ചപ്പോൾ അതിൽ ബാക്കിൽ ഗോൾസ് അതിൽ വൈറലായി. പിന്നെ എൻ്റെ ഗോള് ISL പേജിലൊക്കെ പേജ് ഒരു ഇട്ടു. പിന്നെ മന്ത്രി ശിവൻകുട്ടി പോസ്റ്റ് ഇട്ടു. പിന്നെ എൻ്റെ ആഗ്രഹം പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറാണ് ആഗ്രഹം. കോച്ച് അനസാണ് അൻഷിദിലെ പ്രതിഭയെ കണ്ടെത്തിയത്. KP അഭിലാഷ്, E നൂറുദ്ദീൻ, M ജുനൈസ്, KP ഇംദാദ് എന്നിവരാണ് ക്ലബിലെ മറ്റു കോച്ചുമാർ. കന്നിതൻകുഴിയിൽ അബ്ദുൽ അസീസ്, K അസ്മാബി ദമ്പതികളുടെ മകനാണ് അൻഷിദ്. ന്യൂസ് 18 മലപ്പുറം.
നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.